ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നിടത്തോളം കാലം, എസ്പെഷ്യലി ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്ക് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം, ടാരിഫിൻ്റെ ആണെങ്കിലും യുദ്ധം ആണെങ്കിലും അതുപോലെ തന്നെ ഈ ചൈന, ഇന്ത്യ, റഷ്യ ഒരു ബ്രിക്സ് എന്ന് പറയുന്നൊരു യൂണിറ്റി ഉണ്ടാക്കുകയും, അപ്പോൾ ഈ ഡോളർ ഡിപ്പെൻഡൻസി നമുക്കൊരിക്കലും അതൊരു ഒരു വളരെ കാലം മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്നുള്ള തിരിച്ചറിവും കോവിഡ് പോലുള്ള സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മളൊരു ഷിഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഷിഫ്റ്റ് മാറി എങ്ങോട്ടാണ് ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇത് നാളെ ക്രിപ്റ്റോ കറൻസിയിലേക്കാണോ? കാരണം സെൻട്രൽ ബാങ്ക്സ് ഒക്കെ ഒരു ഡിജിറ്റൽ കറൻസി, നമുക്കുണ്ട് ഡിജിറ്റൽ റുപ്പി. അതുപോലെ തന്നെ അമേരിക്ക ഇപ്പോൾ അതിനെപ്പറ്റി ക്രിപ്റ്റോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെപ്പറ്റി വലിയ തോതിൽ ഒരു ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നാച്ചുറലി അൺസർട്ടൺ ടൈംസിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടും. ഇതാണ് കാലാകാലങ്ങളായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്.